ഹായ് ഹലോ നമസ്കാരം. ബൈസൺ ധ്രുവ് വിക്രമിന്റെയും മാരി സെൽവരാജിന്റെ ഒരു കോമ്പിനേഷൻ ഇറങ്ങുന്ന ഒരു പടം. ബൈസണിലേക്ക് വരുമ്പോൾ ഇതിന്റെ കഥാതന്തു എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അതിന്റെ ടീനേജിൽ നിന്ന് അതിന്റെ ഡ്രീം ആയിരിക്കുന്ന ആ ടീനേജറിന്റെ ഡ്രീം ആയിരിക്കുന്ന ഒരു വലിയ കബഡി പ്ലെയർ ആവണം എന്നുള്ള ഒരു ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ അതിനിടയിൽ വരുന്ന ചലഞ്ചസ്, ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെയുള്ള ഒരു കോമ്പിനേഷനാണ് ഈ സിനിമയിലുള്ളത്. അത് ഭയങ്കര രസത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. ആദ്യം തന്നെ ധ്രുവിന്റെ ക്യാരക്ടറിന്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. പിന്നെ പറയേണ്ടത് അതിന്റെ കബഡി കളിക്കുമ്പോൾ മെയ്വഴക്കം. ഉയ്യോ, അടിപൊളിയായിട്ടുണ്ട്. ഇതിലെനിക്ക് അതിനേക്കാളും ഭയങ്കര രസമായിട്ട് തോന്നിയത് ധ്രുവിന്റെ ഇമോഷണൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ്. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പശുപതിയുടെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ രണ്ട് ഫേസസ് ഉണ്ട്. ഒന്ന് മകന്റെ ഡ്രീമിനെ എതിർക്കുന്ന ഒരു അച്ഛൻ, അവര് കണ്ടു വളർന്ന ചുറ്റുപാട് ഈ ഒരു ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു തോന്നലുണ്ടായി അതിന്റെ മുകളിൽ ആ ഒരു എതിർക്കുന്ന ഒരു അച്ഛൻ. അത് കഴിഞ്ഞ ശേഷം ഇല്ല, സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഡ്രീമിനെയാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു ഫേസ്. ഈ രണ്ട് ഫേസിലും ഫിസിക്കലി വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ആ ഒരു ഇമോഷൻ സാധനങ്ങൾ കൊണ്ടും അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ട്. പിന്നെ രജിഷ വിജയന്റെ അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് വരുന്ന സമയങ്ങളിലെല്ലാം അത് സ്മൂത്തിന് ചെയ്യുന്നതും ആ ഒരു പ്രശ്നങ്ങൾ ആ ധ്രുവ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു രജിഷ വിജയന്റെ. അതിനുശേഷം അനുപമയുടെ പെർഫോമൻസ്. അനുപമ റീസെന്റ് ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഇതൊരു കുറച്ചും കൂടി വെറൈറ്റി ആയിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. കുറച്ചും കൂടി ഡീപ്പ് റൂട്ടഡ് ആയിരിക്കുന്നത്, വില്ലേജ് ഓറിയന്റഡ് ആയിരിക്കുന്ന റോനെസ്, ആ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ. അത് ഭയങ്കര രസമായിട്ട് അനുപമ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാൽ, അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവരൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. സോ മാരി സെൽവരാജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പോൾ ആ പൊളിറ്റിക്സിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഇത് രണ്ടുപേരും. പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ മാരി സെൽവരാജ്. പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും ആ സാധനം ഈ സ്പോർട്സ് ഡ്രാമിനെ എവിടെയും ഓവർ ഷാഡോ ചെയ്യുന്നില്ല. അത് ആ ഒരു പെർഫോമൻസ്, ആ ഒരു പൊളിറ്റിക്കൽ ആ സ്റ്റോറി ലൈനപ്പ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് ഡ്രാമയ്ക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട് പോകുന്ന ഒരു ലൈനാണ്. അത് ഭയങ്കര രസത്തിൽ രണ്ടും ഇൻവോൾവ് ആവുന്നുണ്ട്, അത് കൂടിക്കലരുന്നുണ്ട്. ഇതിന്റെ ഇൻഫ്ലുവൻസ് ഇതിലേക്കും വരുന്നുണ്ട്. സോ ടോട്ടലി അതൊരു ഭയങ്കര ബ്ലെൻഡ് ആയിരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നെക്സ്റ്റ് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഒരു മ്യൂസിക് ആണ്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് പടത്തില്. അതിനെ ഈ മ്യൂസിക് വെച്ച് വല്ലാതെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി നമുക്ക് ആ റോനെസ് ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഇമോഷൻ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പരിപാടി ഉണ്ട്. നമുക്ക് ഈ ഇമോഷൻ സ്ക്രീനിൽ കാണുന്നത് ഈ മ്യൂസിക്കും കൂടി ബ്ലെൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മളത് കോർഡിനേറ്റ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് കണക്ട് ആവുക സാധനമായിട്ട്. നമുക്ക് ആ ഇമോഷൻസും കാര്യങ്ങളും പെയിനും സ്ട്രഗിളും ഒക്കെ നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ എഡിറ്റിംഗ്, കൊറിയോഗ്രാഫി അടിപൊളിയാണ്. പൊളിറ്റിക്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ചേർന്നിരിക്കുന്ന ഒരു പടം. ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. താങ്ക് യു.